السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. ഏറ്റവും സർവാദരണീയരായ സഹോദരങ്ങളെ, ജാമിയ സാദിയ ഇന്ത്യൻ സെന്റർ ദുബൈ സംഘടിപ്പിക്കുന്ന UAE ഖുത്ബ തർജമയിലാണ് നാം ഉള്ളത്. ഇന്നത്തെ ഖുത്ബയുടെ വിഷയം സഹവർത്തിത്വത്തിന്റെ മാതൃരാജ്യമെന്ന വിശാലമായ വിഷയമാണ് പ്രതിപാദിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം സ്ത്രീ പുരുഷനിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജഅൽനാകും ശൂബൻ വ ഖബായില, നിങ്ങളെ നാം വ്യത്യസ്തരായ ഗോത്രങ്ങളും കുടുംബങ്ങളൊക്കെ ആക്കി മാറ്റിയതിൽ തആറഫു, നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പോൾ പരസ്പരം മനുഷ്യർ തിരിച്ചറിയുകയും അതേപോലെ സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് നിയമപരമായ ആവശ്യമാണ്, ധാർമ്മികമായ ഉത്തരവാദിത്വവുമാണ്, സാമൂഹികമായ ആവശ്യകതയുമാണ്. ഇത് മൂന്നും ഒരു രാജ്യത്തെ ജനങ്ങളിൽ ഒത്തൊരുമിക്കുമ്പോൾ ആ ജനത ആ രാജ്യത്തിന്റെ അഖണ്ഡതയെ സംരക്ഷിക്കുന്നു, ആ രാജ്യത്തിന്റെ സുരക്ഷയെയും സ്ഥിരതയെയും ആ ജനത കാത്തുസൂക്ഷിക്കുന്നു. അവരുടെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും അവർ ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും ഒരു ജനതയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളത് പരസ്പര തിരിച്ചറിവുകളാണ്, പരിചയങ്ങളും അതേപോലെ തന്നെ സഹവാസവുമാണ് ഒരു സമൂഹത്തിന്റെ വിജയം. ആ സമൂഹത്തിലൂടെയാണ് ഒരു രാഷ്ട്രവും വിജയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, റബ്ബിജഅൽ ഹാദൽ ബലദ ആമിന. പ്രവാചകരുടെ ദുആ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുകയാണ്. പഠിച്ചവനെ, ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കണം. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ താല്പര്യം അതൊരു മനുഷ്യൻ സമ്പാദിക്കുന്നതിൽ, ഒരു മനുഷ്യൻ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഉന്നതമായ അംഗീകാരവും ഉന്നതമായ അധികാരവും ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ സ്ഥിരതയും ആ രാജ്യത്തിന്റെ സംരക്ഷണവും ഓരോ മനുഷ്യരുടെ മേലും, ആ രാജ്യത്ത് ജീവിക്കുന്ന ഓരോരുത്തരുടെയും നിർബന്ധമായ ബാധ്യതയാണ്. ആ രാജ്യത്ത് ജീവിക്കുന്ന ആ നാട്ടിലെ ആളുകളാവട്ടെ, എല്ലാ പ്രവാസികളാവട്ടെ, ആരായാലും ആ രാജ്യത്ത് ജീവിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ് ആ രാജ്യത്തിന്റെ സ്ഥിരതയും ആ രാജ്യത്തിന്റെ സംരക്ഷണവും. തന്നെയുമല്ല, ആ രാജ്യത്തിന്റെ ഭരണഘടനാ നിയമങ്ങളെ അവർ അംഗീകരിക്കണം, അതിനെ ബഹുമാനിക്കണം. ആ രാജ്യത്തിന്റെ ആചാരങ്ങളെയും നിയമങ്ങളെയും അവർ മാനിക്കണം. തന്നെയുമല്ല, യഥാർത്ഥ പെരുമാറ്റം, സ്വഭാവം, അതേപോലെ തന്നെ പാരമ്പര്യത്തിന്റെ സംരക്ഷണം, ഇതൊക്കെ ഓരോരുത്തരും കൈമുതലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്
ഒരു വിശ്വാസിയെ തുലനം ചെയ്യുന്നത്, സാമ്യപ്പെടുത്തുന്നത് തേനീച്ചയോടാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആ തേനീച്ച നല്ലത് മാത്രമേ ഭക്ഷിക്കൂ, നല്ലത് മാത്രമേ ആ തേനീച്ച വിസർജിക്കൂ. എത്രയോ ദുരന്തങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ആ തേനീച്ചകൾ കൂട്ടുകൂടി ഒത്തൊരുമയോടുകൂടി അവർ ജീവിക്കുന്നത്. അവരെ സമൂഹത്തിൽ ഒരു വിനാശവും വരുത്തുന്നില്ല, ഒരു വിഘടനവാദവും അവർ ഉണ്ടാക്കുന്നില്ല, ഒരു തെറ്റായ സമീപനങ്ങളും അവർ പരസ്പരം കൈക്കൊള്ളുന്നില്ല. എത്രമാത്രം വ്യക്തമായ ഉദാഹരണമാണ് അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിശ്വാസിയെ താരതമ്യപ്പെടുത്തിയത് തേനീച്ച. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ താല്പര്യം, ആ താല്പര്യം അത് ഏറ്റവും വലിയ എല്ലാ പരിഗണനക്കാളും ഉന്നതമായ പരിഗണന ഒരാൾ നൽകേണ്ടത് താൻ ജീവിക്കുന്ന, തനിക്ക് ജീവിതം നൽകുന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങളോടാണ്. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാം, ഈ രാജ്യത്തിന്റെ താല്പര്യമായിരിക്കണം ഒരു മനുഷ്യന്റെ എല്ലാ പരിഗണനക്കാളും ഉന്നതമായതെന്ന് മഹാനവറുകൾ പണ്ടേ നമ്മോട് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, അല്ലാഹുവിന്റെ ഹബീബും മെഹബൂബുമായ സയ്യിദുൽ വറ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, പടച്ചവനെ എന്റെ ദീനിനെ എനിക്ക് നീ നന്നാക്കി തരണം. അതെന്റെ മുഴുവൻ ജീവിതകാര്യങ്ങളുടെയും സംരക്ഷണമാണ്. എന്റെ ഭൗതിക ജീവിതത്തെയും നീ എനിക്ക് നന്നാക്കി തരണം. ഈ ലോകത്തെ എന്റെ ജീവിതത്തെയും എനിക്ക് നീ നന്നാക്കി തരണം. കാരണം ആ ദുനിയാവിൽ ഞാൻ ജീവിക്കുന്ന രാജ്യത്ത്, ജീവിക്കുന്ന സ്ഥലത്ത്, അവിടെയാണ് എന്റെ ഉപജീവനമുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പെരുമാറിലാണ്, ഒരു രാജ്യത്തിന്റെ മാറിടത്തിലാണ്. അതുകൊണ്ട് ആ രാജ്യത്തിന്റെ സമാധാനമാണ് അവിടെ ജീവിക്കുന്നവരുടെ സമാധാനം, അവിടെ ജീവിക്കുന്നവരുടെ വിജയം, അവിടെ ജീവിക്കുന്നവരുടെ അഭിമാനം. അതുകൊണ്ട് ആ രാജ്യം എന്നും നന്നായിരിക്കണം. അതുകൊണ്ട് വിശ്വസ്തനായ ഒരു മൂമിൻ, ആ മൂമിൻ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ പേര് ഉയർത്തുന്നതിലും ആ രാജ്യത്തിന്റെ സൽകീർത്തി ഉയർത്തുന്ന അത്യുത്സാഹം കാണിക്കുന്നതിലും എപ്പോഴും ഉത്സാഹഭരിതനായിരിക്കും. അതാണ് ഒരു കവി പറഞ്ഞത്, ഉന്നതമായ നേതൃത്വത്തിന്റെ, വിജ്ഞാനത്തിന്റെ നേലുകളിൽ കരുത്തും അഭിമാനവും ഉള്ളതായ രീതിയിൽ എന്നും ഈ രാജ്യത്ത് നീ ജീവിക്കണം. ഈ രാജ്യത്തിന്റെ സമൃദ്ധമായ കരങ്ങൾ അതെന്നും നിവർത്തി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ രാജ്യത്ത് എല്ലാവർക്കും ഗുണം നൽകുന്ന രീതിയിൽ നീ ആ രാജ്യത്ത് ജീവിക്കണം. എന്നെന്നും ആ രാജ്യത്ത് ജീവിക്കാൻ നിനക്ക് കഴിയണം. യാ റബ്ബി ഫഹ്ഫദ് വറഅ സറഹൻ ഖദ് ഗദാ വഹുവൽ വറാ ബിമഹബ്ബത്തി വഖുവതി. സാഹോദര്യത്തോടെയും സ്നേഹത്തോടുകൂടിയും ദീർഘകാലം ഈ രാജ്യത്ത് നല്ലൊരു മന്ദിരം, ആ മന്ദിരത്തെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ രീതിയിൽ രാജ്യത്തെ സംരക്ഷിക്കാൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് ആ രാജ്യത്തെ ജനങ്ങളുടെ സ്വഭാവത്തെയും ജനങ്ങളുടെ നന്മയെയും ആശ്രയിച്ചിട്ടായിരിക്കും. ബഹുമാനപ്പെട്ട ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ എത്യോപ്യയിലേക്ക്, ഹബശയിലേക്ക് തന്റെ അനുചരന്മാരായ സ്വഹാബികളെ പറഞ്ഞയച്ചപ്പോൾ ആ സ്വഹാബികൾ ആ രാജ്യത്ത് ചെന്ന് ഒരു വിദേശമായ ആ രാജ്യത്ത് അവർ കണ്ടില്ല. അതവരുടെ സ്വരാജ്യമായി, സ്വന്തം മാതൃഭൂമിയായി, അവരുടെ മാതൃരാജ്യമായി ഉൾക്കൊള്ളുകയും
ആ രാജ്യത്ത് ചെന്നവർ അവർ ജനിച്ചു വളർന്ന രാജ്യത്തിന്റെ അംബാസഡർമാരായി അവർ സേവനം ചെയ്യുകയും ചെയ്തു. അവർ ജീവിക്കുന്ന രാജ്യത്തെയും അവർ മറന്നില്ല, അവർ ജനിച്ചു വളർന്ന രാജ്യത്തെയും അവർ മറന്നില്ല. തന്നെയുമല്ല, ലോകത്തുള്ള മറ്റു മുഴുവൻ മനുഷ്യർക്കും അവരേറ്റവും ഉത്തമമായ മാതൃകയായി ജീവിക്കാൻ അവരുടെ നിതാന്തമായ ഉത്സാഹത്തിലും പരിശ്രമത്തിലും കഠിനാധ്വാനത്തിലും അവരുടെ സഹിഷ്ണുതയിലും അവരുടെ സഹവർത്തിത്വത്തിലും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒരു രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ആ രാജ്യത്തെ സ്വീകരിക്കണം. വളരെ സന്തോഷത്തോടുകൂടെയും സ്നേഹത്തോടുകൂടെയും ആ രാജ്യത്ത് സ്വീകരിക്കാൻ ആ ജനങ്ങൾക്ക് കഴിയണം. തന്നെയുമല്ല, ബഹുമാനത്തോടുകൂടി പെരുമാറാനും അവർക്ക് കഴിയണം. ആ രാജ്യത്തിന്റെ ജീവിക്കുന്നവരുടെ മാർഗം അവർ പിൻപറ്റണം. തന്നെയുമല്ല, ഒരിക്കലും അവരവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, കലഹങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. ഒരിക്കലും ആ രാജ്യത്ത് വിഭാഗീയതയും വിദ്വേഷവും വർഗീയതയും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ഉണ്ടാക്കാൻ പാടില്ല, അതിലേർപ്പെടാൻ പാടില്ല. ഇത്തരം മോശമായ പ്രവർത്തനങ്ങൾ ഒരു രാജ്യത്തിന്റെ താല്പര്യത്തെ വഞ്ചിക്കുന്ന ഏറ്റവും ഗൂഢമായ വഞ്ചനകളിൽ പെട്ടതാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വറസൂൽ, നിങ്ങൾ സൃഷ്ടാവായ റബ്ബിനെയും അവന്റെ ദൂതരായ അഷ്റഫുൽ ഖൽഖ് നബിതങ്ങളെയും നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല. തഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏൽപ്പിച്ച നിങ്ങളുടെ അമാനത്തുകൾ, നിങ്ങളുടെ സൂക്ഷിപ്പ് സ്വത്തുകൾ, അത് രാജ്യമാകട്ടെ മറ്റു അനുഗ്രഹങ്ങളാവട്ടെ, അതിനെയും നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തിന്റെയും നേതൃത്വവും ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളും അവരറിഞ്ഞിരിക്കണം. ആ രാജ്യത്തിന്റെ മണ്ണിനെ അവർ സ്നേഹിക്കണം. ആ രാജ്യത്തിന്റെ വളർച്ചയിൽ അവർ അഭിമാനം കൊള്ളണം. അതേപോലെ തന്നെ ആ രാജ്യത്തെ അവർ സംരക്ഷിക്കണം. ആ രാജ്യത്തെ ഓരോ ഇഞ്ച് സ്ഥലങ്ങളെയും അവര് സംരക്ഷിക്കുകയും അതിനവർ പ്രൊട്ടക്ട് നൽകുകയും ചെയ്യണം. നിശ്ചയമായും ആ രാജ്യത്തിന്റെ സ്ഥാപനങ്ങളും ആ രാജ്യത്തിന്റെ നിയമങ്ങളും ആ രാജ്യത്തിന്റെ ചട്ടങ്ങളും അതൊക്കെ അവര് സൂക്ഷിച്ച് പരിഗണിച്ചവർ ജീവിക്കണം. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അവരെ ഓരോ നിമിഷവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരെയും ഈ രാജ്യത്തെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികളെയും ഓരോ സെക്കൻഡിലും ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ നിശിതമായി രാജ്യത്തെ നിയമങ്ങൾ വിമർശിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നുവെങ്കിൽ ശക്തമായ അതിശക്തമായ ശിക്ഷകൾ അവർക്ക് മേലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ശിക്ഷകളെ ഭയപ്പെട്ടുകൊണ്ടും അതേപോലെ രാജ്യത്തോടുള്ള താല്പര്യം പരിഗണിച്ചുകൊണ്ടും ബാധ്യത കണക്കിലെടുത്തുകൊണ്ടും ഈ രാജ്യത്ത് നല്ലവരായി ജീവിക്കാൻ, ഈ രാജ്യത്തെ സ്നേഹിക്കാൻ ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈർ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.